സംസ്ഥാനത്തെ ഏറ്റവും ശോചനീയാവസ്ഥയിലുള്ള KSRTC ബസ് സ്റ്റാൻഡ് എറണാകുളത്താണ്. വെള്ളക്കെട്ട് രൂക്ഷമായ ബസ് സ്റ്റാൻഡിന് പകരം മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കാനുള്ള പദ്ധതിയും സർക്കാർ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. ഫണ്ടില്ലാത്തതാണ് പ്രശ്നമെന്ന് മന്ത്രി തന്നെ പറയുന്നു. പിന്നിനി ആരോട് പറയാൻ? മുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്ന വയോധികയും വിദ്യാർത്ഥിനിയും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ചുമരിൽ മനോഹരമായി വരച്ച ചിത്രങ്ങളാണ്. പക്ഷേ ഒരു മഴ പെയ്താൽ ഇവിടെ എത്തുന്നവരുടെ അവസ്ഥയും ഏതാണ്ട് സമാനമാണ്. മഴ പെയ്താൽ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ വർഷങ്ങളായി ഇങ്ങനെയാണ്. യാത്രക്കാരും ബസ് ജീവനക്കാരും വ്യാപാരികളും പരാതി പറഞ്ഞു മടുത്തു. എറണാകുളത്തെ ബസ് സ്റ്റാൻഡ് പരിഹാസപാത്രമായി മാറിയെന്ന് നിയമസഭയിൽ പറഞ്ഞത് ഗതാഗത മന്ത്രി തന്നെയാണ്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബിൻ്റെ മാതൃകയിൽ KSRTCക്കും ഒരു ഹബ്ബ്. ഇങ്ങനൊരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. പദ്ധതിയിട്ടത് കഴിഞ്ഞ വർഷമാണ്. KSRTCയുടെ സ്ഥലം മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിക്ക് കൈവശാവകാശത്തോടെ കൈമാറാനും കാരിക്കാമുറിയിൽ പുതിയ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കാനുമായിരുന്നു ധാരണ. എന്നാൽ ഗതാഗത വകുപ്പിന് ഇപ്പോൾ ഈ പദ്ധതിയിൽ താൽപ്പര്യമില്ല. ചതുപ്പ് നിലം നികത്തിയെടുക്കാൻ കോടികൾ വേണമെന്നും സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളിയാണെന്നുമാണ് വിശദീകരണം. വൈറ്റിലിരിക്കുന്ന ചതുപ്പാണ്, അത് ഞങ്ങൾ നികത്തിയെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് വേണം. അപ്പോൾ അതൊന്ന് മാറ്റിത്തരും. എഗ്രിമെൻറ്റ് MOU ആയിട്ടുണ്ട്, എഗ്രിമെൻറ്റ് അനുവാദപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത്. ചതുപ്പ് നികത്തണമെങ്കിൽ കോടിക്കണക്കിന് വേണം. കഴിഞ്ഞ മാസം എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് നേരിട്ട് സന്ദർശിക്കാനെത്തിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ചളിയിൽ വീഴാതെ വെള്ളത്തിൽ വീഴാതെ നടക്കാൻ ഏറെ ബുദ്ധിമുട്ടി. നിലവിലുള്ള ബസ് സ്റ്റാൻഡ് നവീകരിക്കാനാണ് തീരുമാനം. തറനിരപ്പ് ഉയർത്തും, വെള്ളം ഒഴുക്കിക്കളയും, തോട്ടിൽ നിന്ന് വെള്ളം കയറാതിരിക്കാൻ കോൺക്രീറ്റ് മതിൽ എന്നൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ. അല്പച്ചലും തട്ടിക്കൂട്ട് പരിപാടികൾ മാത്രമാണ് ഇപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശാശ്വതമായ പരിഹാരം ഇതിന് കണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ശ്രമിക്കാതെ അധികാരികൾ ഇയാളെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ്. സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പം ഒറ്റ ചെറിയൊരു മഴ കൊണ്ട് ഇതിൻ്റെ അഴുക്കെല്ലാം ഉൾപ്പെടെ യാത്രക്കാർക്ക് കയറാൻ ബസ് ഇങ്ങോട്ട് വരാൻ പോലും ഒരു അവസരമില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് പണി ഇവിടെ നടത്തിക്കൊണ്ട് തൽക്കാലം വൈറ്റിലേക്ക് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് മെട്രോ സൗകര്യമുണ്ട്. മെട്രോയിൽ കയറിയിട്ട് വൈറ്റിൽ ഇറങ്ങിയിട്ട് എല്ലാ വിഭാഗം ആൾക്കാർക്കും എല്ലാം ഇങ്ങോട്ട് പോകുന്ന ആൾക്കാർക്കും പോകാവുന്നതാണ്. ഇവിടെ തുടരുന്നത് മഴക്കാലത്തല്ല, അല്ലാതെയും എത്രയും പെട്ടെന്ന് നന്നാക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പരിസരം നോക്കി തന്നെ നമുക്കറിയാം. കേരളത്തിലെ ഏക മെട്രോ നഗരമായ കൊച്ചിയിൽ നാണക്കേടിൻ്റെ സ്മാരകമായി KSRTC ബസ് സ്റ്റാൻഡ് ഇങ്ങനെ തന്നെ തുടരുകയാണ്. മന്ത്രി പ്രഖ്യാപിച്ച അറ്റകുറ്റപ്പണികൾ മതിയോ ഈ ദുരിതം അവസാനിക്കാൻ എന്നതാണ് ചോദ്യം. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ചെങ്ങമനാടിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.